ഹായ്, വെൽക്കം ടു ട്രിപ്ലൈ ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. ഒരു മികച്ച കരിയറിലെത്താൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല കോഴ്സ് ഏതാണെന്നുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. അതിനാണ് ആ കൺഗ്രാറ്റ്സ്. നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആ കോഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ബാച്ചിനെ കുറിച്ച് അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ലെറ്റ്സ് സ്റ്റാർട്ട്. ഹായ് സ്റ്റുഡൻസ്, നിങ്ങളെല്ലാവരും കമ്പനി സെക്രട്ടറി കോഴ്സിന് ചേരാൻ തീരുമാനിച്ചിരിക്കുകയാണല്ലോ. ഒരു വലിയ കൺഗ്രാറ്റ്സ്. കാരണം ഇപ്പോൾ കൊമേഴ്സ് പ്രൊഫഷനിലെ വൺ ഓഫ് ദ മോസ്റ്റ് സോട്ട് ആഫ്റ്റർ പ്രൊഫഷനാണ് കമ്പനി സെക്രട്ടറി. എന്തുകൊണ്ട് കമ്പനി സെക്രട്ടറി അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറിഷിപ്പിനെ ഒരു മോസ്റ്റ് സോട്ട് ആഫ്റ്റർ പ്രൊഫഷൻ ആക്കുന്നു? ഇന്ത്യയിൽ ഏതൊരു കമ്പനി ഉണ്ടോ ആൻഡ് അതിൻ്റെ പെയ്ഡ് ക്യാപിറ്റൽ 10 കോടിക്ക് മുകളിലാണെങ്കിൽ ഒരു കമ്പനി സെക്രട്ടറിയെ നിയമിക്കണമെന്നൊരു റൂളുണ്ട്. ഇന്ത്യ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? നമ്മളൊരു ഡെവലപ്ഡ് നേഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കമ്പനിയുടെ ഗ്രോത്ത്സും അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇനിയും ഉള്ള മിക്ക കമ്പനികളിലും ഒരു കമ്പനി സെക്രട്ടറിയെ വേണ്ടി വരും. സോ ദാറ്റ്സ് മേക്ക് ദിസ് എ മോസ്റ്റ് സോട്ട് ആഫ്റ്റർ പ്രൊഫഷൻ. കമ്പനി സെക്രട്ടറി കോഴ്സ് റെഗുലേറ്റ് ചെയ്യുന്നത് ICSI ആണ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ ആണ്. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, ഒരു ആക്ട് ഓഫ് പാർലമെൻറ്റിലൂടെ നിലവിൽ വന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇനി കമ്പനി സെക്രട്ടറി കോഴ്സ് നിങ്ങൾക്ക് എങ്ങനെ പഠിക്കാം? നിങ്ങൾക്ക് +2 കഴിഞ്ഞ് +2ൽ ഏത് സ്ട്രീം ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് +2 കഴിഞ്ഞ് CSET കമ്പനി സെക്രട്ടറി എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് കമ്പനി സെക്രട്ടറി എക്സിക്യൂട്ടീവ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റും. CSET ആണ് ഇതിൻ്റെ ആദ്യത്തെ പരിപാടി. ഓക്കെ, ജസ്റ്റ് ഒരു എൻട്രൻസ് എക്സാമിനേഷനാണ്. 4 പേപ്പർ, 50 മാർക്കിൻ്റെ 4 പേപ്പർ. ഫസ്റ്റ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ, 2 ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ലോജിക്കൽ റീസണിങ്, 3 എക്കണോമിക്സ് ആൻഡ് ബിസിനസ് എൻവയോൺമെൻറ്റ് ആൻഡ് 4 കറണ്ട് അഫയേഴ്സ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. ഒരു 1.5 മാസം 2 മാസം പഠിച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് പാസ്സാവുന്ന ഒരു എക്സാമാണ്. ഓൾ ഇന്ത്യ പെർസെൻറ്റേജ് പാസ് മോർ ദാൻ 60% ആണ്. നമ്മുടെ ഇവിടെ ട്രിപ്പിൾ പാസ് പെർസെൻറ്റേജ് നിയർ ടു 80% ആണ്. സോ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് പാസ് ചെയ്യാം. ഇത് പാസ്സായി കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് +2 വേണേൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും എഴുതാം കേട്ടോ. നിങ്ങൾ +2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ജാനുവരി നിങ്ങൾക്ക് എഴുതിയിട്ട് പാസ്സാവാം. ഈവൻ മെയ്യിൽ എഴുതാം, മെയ്യിൽ അല്ലെങ്കിൽ ജൂലൈയിൽ എഴുതാം, അല്ലെങ്കിൽ നവംബറിൽ എഴുതാം. ഒരു വർഷം 4 വിൻഡോസ് ഉണ്ട്. ഇത് കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാം. എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിന് 2 ഗ്രൂപ്പായിട്ടാണ് പേപ്പേഴ്സ് ഉള്ളത്. എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിലെ ഗ്രൂപ്പ് 1ലെ 4 പേപ്പർ എന്ന് പറയുന്നത് ജൂറിസ്പ്രുഡൻസ്, ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് ജനറൽ ലോസ്. 2ാമത്തെ പേപ്പർ കമ്പനി ലോ ആൻഡ് പ്രാക്ടീസ്. ദെൻ 3rd പേപ്പർ സെറ്റിംഗ് അപ്പ് ഓഫ് ബിസിനസ്, ഇൻഡസ്ട്രിയൽ ആൻഡ് ലേബർ ലോസ്. 4th പേപ്പർ കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. അതാണ് ഗ്രൂപ്പ് 1. ഗ്രൂപ്പ് 2ലാണ് ബാക്കി പേപ്പേഴ്സ്. അതിൽ 5ാമത്തെ പേപ്പർ ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് സെക്യൂരിറ്റി ലോസ്. 6th പേപ്പർ എക്കണോമിക്, കൊമേഴ്ഷ്യൽ ആൻഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ലോസ്. 7th പേപ്പർ ടാക്സ് ലോസ് ആൻഡ് പ്രാക്ടീസ്. CS എക്സിക്യൂട്ടീവ് കോഴ്സ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊഫഷണൽ പ്രോഗ്രാമിന് ജോയിൻ ചെയ്യാം. അതിനിടയ്ക്ക് നിങ്ങൾക്കൊരു ഇൻറ്റേൺഷിപ്പ് ഉണ്ട്, അത് നിങ്ങൾക്ക് ചെയ്യാം. ഈ ഇൻറ്റേൺഷിപ്പ് നിങ്ങൾക്ക് ഒന്നിൽ എക്സിക്യൂട്ടീവ് കഴിഞ്ഞ് ചെയ്യാം, അല്ലെങ്കിൽ പ്രൊഫഷണൽ ചെയ്യാം. ഓക്കെ, പ്രൊഫഷണൽ പ്രോഗ്രാം നമ്മളിങ്ങനെ 2 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലെ പേപ്പേഴ്സ് ഏതെന്ന് നമുക്ക് നോക്കാം. ഗ്രൂപ്പ് 1ൽ ഫസ്റ്റ് പേപ്പർ ESG എന്ന് പറയും, എൻവയോൺമെൻറ്റൽ, സോഷ്യൽ ആൻഡ് ഗവേണൻസ്, അതിൻ്റെ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസസ്. ദെൻ 2nd പേപ്പർ ഡ്രാഫ്റ്റിംഗ്, പ്ലീഡിങ്സ് ആൻഡ് അപ്പിയറൻസസ്. 3rd പേപ്പർ കംപ്ലയൻസ് മാനേജ്മെൻറ്റ്, ഓഡിറ്റ് ആൻഡ് ഡ്യൂ ഡിലിജൻസ്. 4th പേപ്പറിൽ നിങ്ങൾക്ക് 4 എലക്റ്റീവ് ഉണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അതിൽ 1ാമത്തേത് CSR ആൻഡ് സോഷ്യൽ ഗവർണൻസ്. CSR എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് സോഷ്യൽ ഗവർണൻസ്. 2 ഇൻറ്റേർണൽ ആൻഡ് ഫോറൻസിക് ഓഡിറ്റ്. 3rd ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, അതിൻ്റെ ലോസ് ആൻഡ് പ്രാക്ടീസ്. ആൻഡ് 4th വൺ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡാറ്റ അനലിറ്റിക്സ് ആൻഡ് സൈബർ സെക്യൂരിറ്റി, അതിൻ്റെ ലോസ് ആൻഡ് പ്രാക്ടീസ്. ഇങ്ങനെ ഫസ്റ്റ് ഗ്രൂപ്പിൽ, അതായത് CS പ്രൊഫഷണൽ പ്രോഗ്രാമിൻ്റെ ഫസ്റ്റ് ഗ്രൂപ്പ്സിൽ ഇങ്ങനെ 4 പേപ്പറാണ്. ഇനിയും ഗ്രൂപ്പ് 2ൽ ബാക്കി പേപ്പേഴ്സ് 5, 6, 7 അതിൽ 7ാമത് പിന്നെയും നിങ്ങൾക്ക് എലക്റ്റീവ്സ് ആണ്. 5ാമത്തെ സബ്ജക്റ്റ് എന്ന് പറയുമ്പം സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ആൻഡ് കോർപ്പറേറ്റ് ഫിനാൻസ്. 6ാമത്തെ കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ്, വാലുവേഷൻ ആൻഡ് ഇൻസോൾവൻസി. 7ാമത് എലക്റ്റീവാണ്. അവിടെ നിങ്ങൾക്ക് 5 ഓപ്ഷൻസ് ഉണ്ട്. 1 ആർബിട്രേഷൻ, മീഡിയേഷൻ ആൻഡ് കൺസിലിയേഷൻ. 2 ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, GST ആൻഡ് കോർപ്പറേറ്റ് ടാക്സ് പ്ലാനിംഗ്. ദെൻ 3rd വൺ ലേബർ ലോസ് ആൻഡ് പ്രാക്ടീസ്. 4th വൺ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് ലോസ് ആൻഡ് പ്രാക്ടീസ്. 5th വൺ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ലോ ആൻഡ് പ്രാക്ടീസ്. ഓക്കെ, നിങ്ങൾക്ക് CS എക്സിക്യൂട്ടീവ് പ്രോഗ്രാം കഴിഞ്ഞ് അല്ലെങ്കിൽ പ്രൊഫഷണൽ പ്രോഗ്രാം കഴിഞ്ഞ് ലോങ് ടേം ട്രെയിനിങ് ഉണ്ട്. CAയ്ക്കുള്ള ആർട്ടിക്കിൾഷിപ്പ് പോലെ നമുക്കിവിടെ അതിന് പറയുന്നത് ലോങ് ടേം ട്രെയിനിങ് എന്നാണ്. 21 മാസമാണ്. അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞാണ് നമ്മൾ ഒരു കമ്പനി സെക്രട്ടറി ആയിട്ട് നമ്മൾ പുറത്തു വരുന്നത്. ഓക്കെ.
ഈ കമ്പനി സെക്രട്ടറി കോഴ്സ് പഠിക്കാൻ നിങ്ങൾക്ക് 3 to 4 years ആണ് എടുക്കുന്നത്. ഇറ്റ് വിൽ ഇൻക്ലൂഡ് ദാറ്റ് 21 month ലോങ് ടേം ട്രെയിനിങ് ഓൾസോ. ഓക്കെ, അപ്പം ഒരു 4 വർഷം കൊണ്ട് നിങ്ങൾക്ക് ഒരു കമ്പനി സെക്രട്ടറി ആവും +2 കഴിഞ്ഞിട്ട്. അതൊരു വലിയ അച്ചീവ്മെൻറ്റ് കൂടാണ് ഓക്കെ ഇപ്പോഴത്തെ സ്റ്റുഡൻസിനെ സംബന്ധിച്ച്. ഒരു കമ്പനി സെക്രട്ടറി ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ് വളരെ വലുതാണ്. വളരെ ഒരു ചെറിയ ഏജിൽ തന്നെ നിങ്ങൾക്ക് കമ്പനിയുടെ കീ മാനേജർ പൊസിഷൻസ് ആണ് കിട്ടുന്നത്. ഇതുകൂടാതെ ഒരു കമ്പനിയുടെ അഡ്വൈസർ ടു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആവാം, കംപ്ലയൻസ് ഓഫീസർ ആവാം, GST പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യാം, ഒരു ആർബിട്രേറ്ററായിട്ട് വർക്ക് ചെയ്യാം, ഒരു ഇൻസോൾവൻസി പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യാം, ഒരു കോർപ്പറേറ്റ് റിസ്ക് മാനേജറായിട്ട് വർക്ക് ചെയ്യാം. ഓൾസോ നിങ്ങൾക്ക് സ്വന്തമായി പ്രാക്ടീസും ചെയ്യാം. ഓക്കെ, ഇനി കമ്പനി സെക്രട്ടറി കോഴ്സിനുള്ള കുറച്ച് എൻട്രി ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ഞാൻ പറഞ്ഞായിരുന്നു, നിങ്ങൾക്ക് +2 കഴിഞ്ഞിട്ട് CSET റൂട്ട് വരാം. പിന്നെ പണ്ട് CS ഫൗണ്ടേഷൻ കോഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ കമ്പനി സെക്രട്ടറി ഫൗണ്ടേഷൻ കോഴ്സ് കഴിഞ്ഞ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇതുകൂടാതെ നമ്മളുടെ CA പാസ്സായവർക്ക്, അതായത് ICAയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയുടെ ഫൈനൽ കോഴ്സ് പാസ്സായ സ്റ്റുഡൻസിനും, അതുപോലെ തന്നെ ICMI ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയുടെ ഫൈനൽ കോഴ്സ് പാസ്സായവർക്കും, കൂടാതെ തന്നെ ഗ്രാജുവേറ്റ്സിനും വിത്ത് 50% മാർക്സ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ്സിനും കമ്പനി സെക്രട്ടറി കോഴ്സ് പഠിക്കാൻ പറ്റും. ട്രിപ്ലൈ കോമേഴ്സ് അക്കാഡമിയിൽ നിന്നും CS പഠിക്കാം ഇന്ത്യയിലെ നമ്പർ 1 ഫാക്കൽറ്റിക്കൊപ്പം. ബെസ്റ്റ് ഫാക്കൽറ്റി, ബെസ്റ്റ് ഫെസിലിറ്റി ആൻഡ് അൺലിമിറ്റഡ് ഫണ്ട്. സോ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി തീരുമാനമെടുക്കാനുള്ള മൊമെന്റ് ആണ്. ഒരുപാട് സമയം നമ്മുടെ മുമ്പിൽ ഇനി വേസ്റ്റ് ചെയ്യാനുണ്ടോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ കരിയറും ലൈഫും ചേഞ്ച് ചെയ്യാൻ പോകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ആ കോഴ്സ് തിരഞ്ഞെടുക്കാനുള്ള മൊമെന്റ് ഇതാണ്. എത്രയും പെട്ടെന്ന് ഏറ്റവും മികച്ച തീരുമാനമെടുക്കൂ. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ബ്രൈറ്റ് ഫ്യൂച്ചർ.